ഹലോ ചാമ്പ്യൻസ്, ഇന്നത്തെ വീഡിയോ ക്ലാസ് 11th 12th വേണ്ടിയിട്ടാണ്. റൈറ്റ് നൗ യു ആർ സ്റ്റാൻഡിങ് അറ്റ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. ഈ അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് ഒരുപാട് ലെങ്തി ആയിട്ടും ടയറിംഗ് ആയിട്ടും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിട്ടും ഒക്കെ തോന്നാം. ചില സമയത്ത് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ വരെ തോന്നിയേക്കാം. ബട്ട് റിമെമ്പർ, ഈ ക്ലാസ്സസ് നിങ്ങളുടെ ഡ്രീംസിൻ്റെ ഫൗണ്ടേഷനാണ്. നിങ്ങൾ പഠിക്കുന്ന ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും, നിങ്ങൾ ചെയ്യുന്ന ഓരോ സാക്രിഫൈസും, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഓരോ ഡിസ്ട്രാക്ഷൻസും, ഇത് വെറും മാർക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഇറ്റ് ഈസ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ്. സോ ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ താങ്ക് യു പറയും, ബിക്കോസ് യു ഡിഡ്ന്റ് ഗിവ് അപ്പ്. ഇന്നത്തെ വീഡിയോയിൽ മോട്ടിവേഷൻ അൺലോക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11th 12th വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി റൂട്ടീനാണ്. ഈ ഒരു സ്റ്റഡി റൂട്ടീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിങ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്കൂൾ ഡേയ്സിനുള്ള ടൈം ടേബിളും അതേപോലെ തന്നെ വീക്കെൻഡ്സിലുള്ള ടൈം ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഡേയ്സ് തന്നെ 2 സ്കൂൾ അവേഴ്സാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്കൂൾ ടൈം ടേബിളിൽ സ്കൂൾ ടൈം കൊടുത്തിട്ടുള്ളത് 8 to 3 വേറൊരു സ്കൂൾ ടൈം ടേബിളിൽ ഞാൻ കൊടുത്തിട്ടുള്ള ടൈമിങ്സ് 9 to 3:30 അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങളുടെ സ്കൂൾ ടൈം വരുന്നത്, നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇത് രണ്ടിലും നിങ്ങളുടെ സ്കൂൾ ടൈം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഇതിലെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമുക്ക് ടൈം ടേബിൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. 5 to 5:30 AM എഴുന്നേക്കുക, ഒന്ന് ഫ്രഷപ്പ് ആവുക, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. 5:30 to 6:30 സ്റ്റഡി സ്ലോട്ട് 1 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി സ്ലോട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാം. ബിക്കോസ് ഈ ഒരു ടൈമിൽ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. 6:30 ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. 8 to 3 PM ആണ് സ്കൂൾ ടൈം കൊടുത്തിട്ടുള്ളത്. 4 PM to 4:30 PM സ്കൂൾ വിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആകുക, റിലാക്സ് ചെയ്യുക. 5 PM to 6:30 PM സ്റ്റഡി സ്ലോട്ട് 2 ആണ് കൊടുത്തിട്ടുള്ളത്. 6:30 to 7 PM കുറച്ച് റെസ്റ്റൊക്കെ ഒന്ന് എടുക്കാം. റെസ്റ്റ് എടുക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യാൻ പാടില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നൊന്ന് റിലാക്സ് ആവാം. 7 to 8 PM സ്റ്റഡി സ്ലോട്ട് 3 ആണ്. 8 PM to 8:30 PM ഡിന്നർ കഴിക്കുക. 8:30 PM to 9:30 PM സ്റ്റഡി സ്ലോട്ട് 4. 9:30 PM to 10 PM മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള യോഗയൊക്കെ ചെയ്യുക. ഒരു കാരണവശാലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു നല്ലൊരു സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. സോ 10 PM ഉറങ്ങാനായിട്ട് കിടക്കാം. ഇനി ഓൾട്ടർനേറ്റീവ് സ്കൂൾ ഡേ ടൈം ടേബിൾ ആണ് പറയാൻ പോകുന്നത്. 5 to 5:30 AM എഴുന്നേക്കുക, ഒന്ന് ഫ്രഷപ്പ് ആകുക, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്തൊന്ന് റിലാക്സ് ചെയ്യുക. 5:30 AM to 6:30 AM സ്റ്റഡി സ്ലോട്ട് 1. 6:30 AM to 7:30 AM സ്റ്റഡി സ്ലോട്ട് 2. 7:30 to 8:30 AM ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. 9 to 3:30 PM ആണ് സ്കൂൾ ടൈം ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 PM to 5:30 PM വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഒന്ന് റിലാക്സ് ആകാം. 5:30 PM to 7 PM സ്റ്റഡി സ്ലോട്ട് 3. 7 PM to 8 PM റെസ്റ്റ് എടുക്കുക ആൻഡ് ഹാവ് യുവർ ഡിന്നർ. 8 PM to 9:30 PM സ്റ്റഡി സ്ലോട്ട് 4. 9:30 PM to 10 PM മെഡിറ്റേഷൻ, സ്ലൈറ്റ് ആയിട്ടുള്ള യോഗയൊക്കെ ചെയ്യാം. 10 PM സ്ലീപ്പ് ടൈം. Now let's move on to timetable for your weekends. 5 to 5:30 AM wake up, fresh up. 5:30 AM to 7:30 AM study slot 1. 7:30 to 8:30 AM breakfast കഴിക്കുക, take rest. 8:30 AM to 10:30 AM is your study slot 2. 10:30 to 11 rest എടുക്കുക. 11 to 12:30 PM study slot 3 ആണ്. 12:30 PM to 2 PM ലഞ്ച് കഴിക്കുക and take rest. 2 to 4 PM study slot 4. 4 PM to 5 PM rest. 5 to 6 PM study slot 5. 6 to 7:30 have your dinner and take rest. 7:30 to 9:30 is your revision time.
ഈ ഒരു ടൈമിൽ ആ ഒരു വീക്ക് പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞ ഏതെങ്കിലും സ്റ്റഡി സ്ലോട്ടിനെ റിവിഷൻ ടൈമായിട്ടും കൂടി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. 9:30 to 10 PM മെഡിറ്റേഷൻ ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. 10 o'clock is your sleep time. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഐ വോണ്ട് യു ടു ഇമാജിൻ യുവർ സെൽഫ് ആഫ്റ്റർ യുവർ എക്സാംസ് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആ സമയത്തൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ സ്മൈല് ചെയ്യണമെന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം 100%, പോട്ടെ ഒരു 200% നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിന് കൊടുത്തു എന്നുള്ളൊരു ഫീല് തോന്നണം എന്നുണ്ടോ? അതോ ഇനിയും കുറച്ചും കൂടി പഠിക്കാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യണമോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ദ ചോയ്സ് ഈസ് ഇൻ യോർ ഹാൻഡ്സ് റൈറ്റ് നൗ. ഈ ഒരു റൂട്ടീൻ പഠിക്കുന്നതിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് റെസ്പെക്റ്റിംഗ് യുവർ ഡ്രീംസ്. ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രീംസ് ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്ന് തന്നെ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുക, ഞാൻ ഒരു എക്സ്ക്യൂസും ഉണ്ടാക്കില്ല, ഞാൻ ഒരു ഓവർ തിങ്കിങ്ങും ചെയ്യില്ല, പ്രോക്രാസ്റ്റിനേഷൻ ഒന്നും തന്നെ ചെയ്യത്തില്ല. ഇന്ന് തൊട്ട്, ഈ നിമിഷം തൊട്ട് ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും ആൻഡ് ഓൺലി എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി സ്റ്റഡീസിൽ മാത്രമായിരിക്കും എന്നുള്ളത്. സോ യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ആൻഡ് ഐ പ്രോമിസ് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.